Welcome to RK's Stories. താളം ഭാഗം 30. പിറവത്തു നിന്നും പ്രദീപും പ്രവീണും തിരിച്ചെത്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് യാമിയുടെ വീട്ടുകാർ തിരികെ പോയത്. ഇട നീ വന്നപ്പോ തൊട്ട് ഈ വരാന്തിലൊന്നും ഇരിക്കുവന്നല്ലോ, കുറച്ചു നേരം അകത്തുപോയി കിടന്നൂടെ? പണി കുറെ എടുത്തതല്ലേ? യാമിയുടെ അച്ഛനും അമ്മയും അനിയനും പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും വരാന്തയിൽ നിന്നും കയറിപ്പോരാൻ കൂട്ടാക്കാതെ അവിടെ തന്നെയുള്ള കസേരയിൽ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ഇരിക്കുകയായിരുന്ന പ്രവീണിനോട് അകത്തു നിന്നും വന്ന മിനി ദേഷ്യപ്പെട്ടു. ഇടച്ചക്ക നിന്നോടാ പറഞ്ഞെന്ന് അകത്ത് പോവാൻ. പറഞ്ഞിട്ടും കേൾക്കാതെ ഇരിക്കുന്നവനോട് മിനി വീണ്ടും കയർത്തു. അല്ലമ്മ, അതെ, ദേവൂട്ടിയ റോസിനെയും കുട്ടി ഇനി എങ്ങനെ എന്നെ കാണാൻ വന്നാലും. മിനിയുടെ നെറ്റി ചുളിഞ്ഞു. ദേവൂട്ടിയോ? അതാര്? നമ്മുടെ ദേവയാനി. അവനൊന്ന് എളിച്ചു. അത് ശരി, അതിനിടക്ക് നീ ആ കൊച്ചിന്റെ പേരൊക്കെ അങ്ങ് മാറ്റിയായിരുന്നോ? കൊള്ളാലോ. യെസ്, എങ്ങനെയുണ്ട്? കൊള്ളാം, വലിയ കുഴപ്പമില്ല. എടാ പൊട്ട, വിവാഹം നിശ്ചയിച്ച പെണ്ണെ പിന്നെ കല്യാണം കഴിയാതെ ചെറുക്കന്റെ വീട്ടിലേക്ക് വരില്ലടാ. അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. അവന്റെ മുഖത്തെ നിരാശ ആസ്വദിച്ചുകൊണ്ടായിരുന്നു മിനിയുടെ മറുപടി. ശേ, ഓരോരോ വൃത്തികെട്ട ആചാരങ്ങളെ. എന്നാ പിന്നെ അവൾ അങ്ങോട്ട് പോയി കണ്ടാലോ? അവൾക്കും കാണാനൊക്കെ ഒരു ആഗ്രഹം കാണില്ലേ? എന്തോന്ന് നിന്റെ ഈ മുറിവോ? അല്ലമ്മേ, മുറിവ് പറ്റിയിരിക്കുന്ന എന്നെ കാണാൻ അവൾക്കും ആഗ്രഹം കാണില്ലെന്ന്. അതിന് ഈ കൈ വെച്ചോണ്ട് പോവാനോ? ആ, അതിനെന്താ? ഇനി ഒരാഴ്ച കഴിയാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഒടിക്കും. വാട്ടമ്മ, അല്പം കൂടി ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ചിന്തിച്ചൂടെ? ഓ, ചിന്തിക്കാടാ, നീ അകത്തേക്ക് വാ. ഈ മുറിവ് കുറച്ചുകൂടെ ഒന്ന് വലുതായിരുന്നേ നല്ലൊരു സിമ്പതി കിട്ടിയാനെ. കയ്യിലെ മുറിവിലേക്ക് നോക്കി നിരാശപ്പെടുന്ന അവന്റെ തലക്കിട്ടൊരു അടി കൊടുത്തേച്ചും മിനി അവനെ വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അപ്പോ അമ്മയും ഇടത്തിയും ഇഷ്ടക്കേടൊന്നുമില്ലാതെ സംസാരിച്ചെന്നാണോ നീ പറയുന്നേ? വീട്ടിലേക്ക് വിളിച്ച കാര്യം അവരുടെ മുറിയിലിരുന്ന് പ്രദീപിനോട് പറയുകയായിരുന്നു ശ്രീമോൾ. ആന്നേ, ഏട്ടനും പിറവത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കാണും. ഇനിയിപ്പോ അമ്മ ഏട്ടനെയും അച്ഛനെയും പറഞ്ഞ് സമ്മതിപ്പിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അവൻ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി. നമ്മളെ വീട്ടിലേക്ക് വിളിക്കാൻ. ഓ, നമ്മളൊക്കെ തറവാട്ടിൽ കയറിയ പണിക്കശ്ശേരിയിൽ റിട്ടയർഡ് ഡിവൈഎസ്പിക്ക് ഇഷ്ടമാവോ? നീ പ്രതിപെട്ട വേണ്ടാട്ടോ. അവളുടെ മുഖം വീർത്തു. ചുമ്മാ പറഞ്ഞതല്ലേ എന്റെ ശ്രീകുട്ടി. അച്ഛനും നിന്റെ ഏട്ടനും വിളിക്കുവാന്നേ, നമുക്ക് പോകാം. അവൾ സന്തോഷത്തോടെ തലയാട്ടി. മിനിയമ്മ പറഞ്ഞു ഏട്ടനൊക്കെ പണ്ട് തല്ലും വഴക്കൊക്കെ ആയിട്ട് കുറെ നടന്നിട്ടുണ്ടെന്ന്. ശരിയെന്നോ? കുറച്ച്. അവൻ ചിരിച്ചു. എന്റെ ഈശ്വര, പൂച്ചയെ പോലുള്ള ഇരിപ്പ് കണ്ട പറയോ? ദേവിയെ കാണാൻ വരുമ്പോഴൊക്കെ ഈ കാര്യം അറിയായിരുന്നേ ഞാൻ ഈ വഴിക്ക് നോക്കുക പോലും ഇല്ലായിരുന്നു. ആണോ? എന്നിട്ടിപ്പോ മോൾക്ക് എന്നാ കുഴപ്പം ഉണ്ടായേ? അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഓ, അവിടുന്ന് എന്തോരം പേടിച്ചെന്നറിയോ? അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ ചിണുങ്ങി. ആണോടാ, എന്റെ കൊച്ചു പേടിച്ചോ? തല്ലും വഴക്കും ഒക്കെ പണ്ടേ നിർത്തിയതാടാ. ഇതിപ്പോ ഇങ്ങനൊരു പ്രശ്നമുണ്ടായിട്ടല്ലേ ശ്രീകുട്ടിയെ? എന്തായാലും ഏട്ടനുണ്ടായത് ഭാഗ്യം. നിന്റെ ഏട്ടനോ? ഏടി പെണ്ണെ അവൻ വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങളെ വിട്ടത്. സേതുവിന്റെ അച്ഛൻ ആരോഗ്യം വിളിച്ചു പറഞ്ഞിട്ടാ. അതുകൂടാതെ നമ്മുടെ റോസിന്റെ അപ്പാപ്പന്റെ ഒരു വക്കീലുണ്ട്, പുള്ളിക്കാരനെ വിളിച്ചിരുന്നു. അപ്പൊ ഏട്ടൻ വിളിച്ചില്ലേ? അവൾ സങ്കടത്തോടെ മുഖം ഉയർത്തി. വിളിച്ചു കാണും, പക്ഷെ അതിനു മുന്നേ തന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ആണോ? എന്തായാലും ഏട്ടൻ വിളിച്ചു കാണും. അമ്മ പറഞ്ഞ ഏട്ടൻ ഇന്നേവരെ അനുസരിക്കാതിരുന്നിട്ടില്ല. വിളിച്ചു കാണും. അവൾ പറഞ്ഞതിനെ സമ്മതിച്ചുകൊണ്ട് അവൻ അവളെ ആശ്വസിപ്പിച്ചു. അവരിനിയും വല്ല പ്രശ്നം ഉണ്ടാക്കുമോ പ്രദീപേട്ട? ഏയ്, ഇനി അവനങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. കുട്ടി പേടിക്കണ്ട കേട്ടോ. അവന്റെ ആ വാക്കുകളിൽ സമാധാനിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. പ്രവീണേട്ടന്റെ വലത്തെ കൈയില് ഒരു കെട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞേ. അയാൾ ഉന്നം തെറ്റിയത് കൊണ്ടാ രക്ഷപ്പെട്ടതെന്ന്. ഇല്ല, കൈ പോയനെന്ന്. സേതുവേട്ടനാത്രേ ആ സേവിച്ചനെ ചവിട്ടി കൈയിടിച്ചത്.
അച്ഛനും അമ്മയും ശ്രീകാന്തും കൂടെ തിരുവോത്ത് പോയി തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ വിശേഷങ്ങൾ റോസിനോട് പങ്കുവെക്കുകയായിരുന്നു യാമി. കുളത്തിലെ മീനുകൾക്ക് തിന്നാനായി ചേമ്പില കെട്ടിയിടുകയായിരുന്ന റോസ് മുട്ടൊപ്പം വെള്ളത്തിൽ നിന്നുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി. കുളത്തിന്റെ കരയിൽ നിൽക്കുന്ന തെങ്ങിന്റെ പൊറ്റകൾ കരയെ ഭേദിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിടപ്പുണ്ട്. ആ പൊറ്റകളിലിരുന്ന് വെള്ളത്തിലേക്ക് കാലും നീട്ടിയിട്ടുകൊണ്ടാണ് അവളുടെ വിവരണം. പണ്ടൊരിക്കൽ 7-ോ 8-ലോ മറ്റോ പഠിക്കുമ്പോൾ കുളം വറ്റിക്കുന്നത് കാണാമെന്ന യാമി ആ തെങ്ങിൻ പൊറ്റകളിൽ നിന്നും തെന്നിയുരുണ്ട് വെള്ളത്തിലേക്ക് വീണതും നീന്തലറിയാതിരുന്ന അവൾ കണ്ണങ്കാലിനൊപ്പം മാത്രം വെള്ളമുള്ള അവിടെ കിടന്ന് വെപ്രാളത്തോടെ നീന്താൻ ശ്രമിച്ചതും ഒടുവിൽ ചമ്മിയ മുഖവുമായി എഴുന്നേറ്റ് നിന്നതും ഓർത്തപ്പോ റോസിന് ചിരി വന്നു. കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ റോസിന്റെ മുഖത്തെ ആ ചിരി ഇഷ്ടപ്പെടാത്ത മട്ടിൽ യാമി മുഖം ചുളിച്ചു. എന്തോന്നാടി ഒരു കിണി? നീ പണ്ടിവിടെ കുളത്തിൽ വീണ കാര്യം ഓർത്തിട്ട് ചിരിച്ചതാ. ഓർക്കുന്നോ അന്നത്തെ ആ നീന്തല്? കാല് മുങ്ങാൻ പോലും വെള്ളമില്ലാത്ത സ്ഥലത്ത് കിടന്നുള്ള നിന്റെ ആ നീന്തല് കണ്ടിട്ടേ കുളം വെട്ടാൻ വന്നവരൊക്കെ ആർത്ത് ചിരിയായിരുന്നു. താനിരിക്കുന്ന തെങ്ങിൻ പൊറ്റകളിലേക്ക് നോക്കിയ യാമിയും ആ ഓർമ്മയിലൊന്ന് ചിരിച്ചു. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ മോളെ? നേരത്തെ കുളത്തിലിട്ടിരുന്ന ഇലകളുടെ തണ്ടുകളെല്ലാം വാരി കരയിലേക്ക് ഇടുന്നതിനിടയിൽ റോസ് ചോദിച്ചു. എന്താടി? പ്രവീണേട്ടന് വെടികൊണ്ടെന്ന് പറഞ്ഞപ്പോ നിനക്ക് നല്ല വിഷമം തോന്നിയല്ലേ? പിന്നെ തോന്നാതിരിക്കോ? നമുക്ക് പരിചയമുള്ള ഒരാൾക്ക് അപകടമുണ്ടായെന്നറിയുമ്പോ വിഷമം തോന്നില്ലേ? അത് നേരാ. പക്ഷെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന സേതുവേട്ടനെ പറ്റി നീ ഒന്ന് അന്വേഷിച്ചു പോലും ഇല്ലല്ലോ. പണ്ടങ്ങനെ അല്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. യാമിയുടെ കവിളുകൾ കൂർത്തു. മോളെന്താ ഉദ്ദേശിച്ചത്? എന്താ ഉദ്ദേശിച്ചതെന്ന് നിനക്ക് മനസ്സിലായില്ലേ യാമിയെ? ആക്കിയ മട്ടിലുള്ള ചോദ്യം കേട്ട് യാമി കാലുകൊണ്ട് വെള്ളം തേകി എറിഞ്ഞു. ഡി ബ്ലൗസിലേക്ക് വീണ വെള്ളം തട്ടിക്കുടഞ്ഞുകൊണ്ട് റോസ് അവളെ നോക്കി കണ്ണുരുട്ടി. നീ തന്നെ പറയാറുള്ളതല്ലേ റോസമ്മ, നമ്മുടെ തല്ലാത്തതിനെ നോക്കി കൊതിക്കരുതെന്ന്. അതിനുള്ള ശ്രമത്തിലാ ഞാനിപ്പോ. മറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ ശക്തിയോടെ ആ ചിന്തകളിലേക്ക് തന്നെ വലിച്ചിഴക്കപ്പെടുന്നുണ്ടെങ്കിലും മനഃപൂർവ്വം ശ്രമിക്കുകയാ ഞാൻ ആ പേരും മുഖവുമൊക്കെ ഒന്ന് അകറ്റി നിർത്താൻ. അതിനിടയിൽ പ്രവീണേട്ടനും യാത്ര പറഞ്ഞിട്ട് പോയപ്പോഴും അല്പം കളിയാക്കും മട്ടില്ല ഞാൻ സംസാരിച്ച്. അതും കഴിഞ്ഞ് അപകടം പറ്റിയെന്നറിയുമ്പോൾ എന്തായാലും സങ്കടം തോന്നില്ലേ? ഇടറിയ വാക്കുകളോടെ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവളെ റോസ് സഹതാപത്തോടെ നോക്കി നിന്നു. കരയിലേക്ക് കയറിയ അവൾ യാമിയുടെ അടുത്തായി ഇരിപ്പുറപ്പിച്ചു. എല്ലാം ശരിയാകും മോളെ. സേതുവേട്ടന്റെ പുറകെ നടന്നതൊക്കെ നാളെ ഒരിക്കൽ നിനക്ക് ഓർത്ത് ചിരിക്കാൻ മാത്രമുള്ള ഓർമ്മകളായി മാറുമെന്ന് എനിക്കുറപ്പുണ്ട്. പ്രജിത്തേട്ടനെ കാണാൻ പോണ്ടേടി? യാമിയുടെ ചോദ്യം കേട്ട് റോസിൽ നിന്നും ഒരു നെടുവീർപ്പുയർന്നു. ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം പ്രജിത്തേട്ടന്റെ അമ്മ പറഞ്ഞത് നീയും കേട്ടതല്ലേ? പിന്നെ എങ്ങനെയാടി ഞാൻ അങ്ങോട്ട് പോവുക? അമ്മച്ചിയും പറഞ്ഞു ഇപ്പൊ പോണ്ടാന്ന്. നീ എന്തിനാ അതിന് വിഷമിക്കുന്ന പെണ്ണെ? സേതുവേട്ടൻ പറഞ്ഞതല്ലേ അതൊക്കെ ശരിയാക്കാന്ന്. ആ ഒരു ധൈര്യമുണ്ട്. പക്ഷേ തുറന്നു പറയാൻ ധൈര്യമില്ലാത്തതുപോലെ അവൾ മൗനത്തെ കൂട്ടുപിടിച്ചു. കുളത്തിലിട്ട ഇലകൾ മീനുകൾ കൊത്തി വലിക്കുന്നത് നോക്കിക്കൊണ്ട് റോസ് യാമിയുടെ തോളിലേക്ക് തല ചായ്ച്ചു. മധ്യാഹ്ന വെയിലിന്റെ ഇളം ചൂടും വഹിച്ചുകൊണ്ടൊരു കാറ്റ് തെങ്ങോലുകളിൽ നിന്നും കുളത്തിലെ പായലുകളെ തൊട്ട് അവരെയും തഴുകി കടന്നുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോ പ്രജിത്തിനെ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. അവനെ തറവാട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് സേതുവും ശങ്കരന്മാരും തങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോ അവനൊരു ചായ ഉണ്ടാക്കി കൊടുക്കാനായി കൗമുദി അടുക്കളയിലേക്ക് കയറി. തുറന്നിട്ട ജനാലയിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ട് കിടക്കുകയായിരുന്നു പ്രജിത്ത്. മുറ്റത്തെ മൂവാണ്ടൻ മാവിൽ പഴുക്കാൻ തുടങ്ങിയിരിക്കുന്ന മാങ്ങകൾ തിന്നാനായി തത്തകൾ വന്നിട്ടുണ്ട്. അവയുടെ ശബ്ദമാണ് തൊടിയിലെങ്ങും. മാങ്ങകൾ പറിക്കാൻ സമയമായെന്ന് ഭാസ്കരൻ ചേട്ടനോട് പറയണം. അതും ഓർത്ത് കിടക്കുന്നതിനിടയിലാണ് മുറിയിലേക്ക് ആരോ കടന്നു വരുന്ന കാലൊച്ച അവൻ കേട്ടത്. അവൻ തിരിഞ്ഞു നോക്കി. വൃശ്ചികയായിരുന്നു അത്. വന്ന പാടെ കട്ടിലിൽ അവന്റെ അടുത്തേക്കിരുന്നവൾ അവന്റെ കയ്യിലെ പ്ലാസ്റ്ററിലൊന്ന് തൊട്ടു നോക്കി. ഇപ്പോ വേദനയുണ്ടോ ഏട്ടാ? ഏയ്, വേദനയൊന്നുമില്ല. പക്ഷെ ആ പ്ലാസ്റ്റർ ഇട്ടേക്കുന്നതിന് ചുറ്റും ഇടയ്ക്കൊക്കെ ചൊറിയുന്നുണ്ട്. അത് ചിലപ്പോ നീര് പറ്റുന്നതിന്റെ ആവും. വീണ്ടും അവൻ പുറത്തെ കിളികളുടെ ശബ്ദകോലാഹലത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഏട്ടാ? എന്താ? പുറത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് അവൻ വിളി കേട്ടത്. റോസിന്റെ കാര്യത്തില് ഏട്ടൻ എന്താ തീരുമാനിച്ചേ? പ്രജിത്ത് മുഖം തിരിച്ച് അവളെ നോക്കി. അവന്റെ ഉള്ളിലെ ചിന്ത എന്തെന്ന് അവൾക്ക് പിടികിട്ടിയില്ല. ഏട്ടാ? അവൾ വീണ്ടും ഒന്നുകൂടെ വിളിച്ചു.
അമ്മ പറഞ്ഞത് നീ കേട്ടതില്ലേ വൃശ്ചി? അവന്റെ മറുപടി കേട്ട അവൾ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചു. അമ്മ പറഞ്ഞിട്ടാണോ ഏട്ടൻ അവളെ സ്നേഹിച്ചേ? എടാ, അമ്മയുടെ കാര്യം കൂടി നമ്മൾ നോക്കണ്ടേ? അച്ഛൻ എവിടെ പോയെന്ന് അറിയില്ല. ഏട്ടൻ അതങ്ങനെ പിണങ്ങിപ്പോയി. ഇനിയിപ്പോ ഞാൻ കൂടി അമ്മയെ അനുസരിച്ചില്ലേ പിന്നെ അമ്മ വല്ല കടുങ്കയും ചെയ്യുമെന്നാ എന്നോട് പറഞ്ഞു. നീ പറയും, ഞാൻ എന്ത് ചെയ്യും? ഏട്ടാ, അതൊക്കെ നമുക്ക് സേതുവേട്ടനെ കൊണ്ട് പറയിപ്പിക്കാം. അമ്മ സംബന്ധിച്ച പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനവൻ മറുപടി പറഞ്ഞില്ല. ഏട്ടന് പേടിയുണ്ടോ? എന്തിന്? ആ സേവിച്ചൻ ഇനി ഉപദ്രവിക്കുന്നോർത്ത്? അങ്ങനെ പേടിയൊന്നുമില്ല. എങ്കിലേട്ടൻ ധൈര്യമായിരിക്കെ. സേതുവേട്ടൻ അമ്മയോട് സംസാരിച്ച് കല്യാണത്തിന് സമ്മതിപ്പിക്കും. അതിന് മറുപടി പറയാതെ അവൻ വീണ്ടും പുറത്തേക്ക് നോക്കി. ചായയുമായി അകത്തേക്ക് കടന്നു വന്ന അമ്മയുടെ കാൽപെരുമാറ്റം കേട്ടതും അവൾ എഴുന്നേറ്റു. അവളെ അവിടെ കണ്ട കൗമുദി മുഖം കറുപ്പിച്ചു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അടുക്കളയിലേക്ക് വന്ന് ഈ ചായ ഒന്നും എടുക്കായിരുന്നില്ല നിനക്ക്? എനിക്ക് അവിടെ 100 കൂട്ടം പണിയുള്ളതാ. ഇങ്ങത്താ, ഞാൻ കൊടുത്തോളാം. ചായക്കപ്പിനായി വൃശ്ചിക കൈ നീട്ടിയെങ്കിലും കൊടുക്കാതെ അവർ കട്ടിലേക്കിരുന്നു. ഓ, ഇനി ഇപ്പൊ ഞാൻ കൊടുത്തോളാം, നിന്റെ സഹായമൊന്നും വേണ്ട. എറിവിച്ചു കൊണ്ടവർ പ്രജിത്തിന് നേർക്ക് ചായ നീട്ടിയപ്പോ വൃശ്ചിക കട്ടിൽ നിന്നും എഴുന്നേറ്റു. ആശുപത്രിയിൽ നിന്നും വന്ന ശേഷം മേല് കഴുകി മുറിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് മുൻവശത്ത് നിന്നും വൃശ്ചികയുടെ ശബ്ദം സേതു കേട്ടത്. കൂട്ടത്തിൽ അച്ഛന്റെ ശബ്ദവും കൂടി കേട്ടതോടെ അവൻ പുറത്തേക്ക് നടന്നു. വരാന്തയിൽ അച്ഛനും വൃശ്ചികയ്ക്കും ഒപ്പം ചെറിയമ്മായും ഉണ്ടായിരുന്നു. ഒരു കസേര വലിച്ചിട്ട് അവനും അവർക്കരികിലേക്കിരുന്നു. നീ ഇത് കേട്ടോ സേതു? പ്രജൂട്ടൻ ഇപ്പൊ ആ റോസുമായിട്ടുള്ള കല്യാണത്തിന് വലിയ താല്പര്യമില്ലെന്നാ ഇവള് പറയുന്നേ. താല്പര്യമില്ലെന്നല്ല ചെറിയമ്മായി, അമ്മ പറയുന്നതനുസരിച്ചില്ലേ അമ്മ വലുതും ചെയ്തു കളയുമെന്നുള്ള പേടിയാന്നാ ഏട്ടൻ പറഞ്ഞേ. വൃശ്ചിക ചെറിയമ്മായിയെ തിരുത്തി. എടി, അവനൊരു വേടിതൊണ്ടനാ. നിനക്കറിയാവുന്നതല്ലേ അവനെ. പണ്ട് തൊട്ടേ അവൻ അമ്മ പറയുന്നതിനപ്പുറം പോകത്തില്ല. അങ്ങനെ പറയല്ലേ സേതു ഏട്ടാ. ഈ കല്യാണം നടന്നില്ലേ അവക്കത് സഹിക്കാനൊക്കത്തില്ല. യാമിയുടെ കാര്യത്തില് പിന്നെ സേതുട്ടൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെന്നെങ്കിലും പറയാം. പക്ഷെ ഇത് അതുപോലെയാണോ? നീ എന്തോന്നാ മാണിക്കലെ കൊച്ചിന്റെ കാര്യം പറഞ്ഞേ? യാമിയുടെ കാര്യം അവളുടെ വായിൽ നിന്നും വീണതിൽ ചെറിയമ്മായി കയറി പിടിച്ചു. അക്കിടി പറ്റിയതുപോലെ അവൾ സേതുവിനെ നോക്കി. കുഞ്ഞോളെ, നീ എന്ന് പറഞ്ഞതുപോലെ ആ കൊച്ചിന് ഇവന് ഇഷ്ടമായിരുന്നു. അച്ഛൻ പറഞ്ഞത് കേട്ട് സേതു കണ്ണു വിഴിച്ചു. ചെറിയച്ഛനത് എങ്ങനെ അറിയാം? വൃശ്ചിക ആശ്ചര്യപ്പെട്ടു. ശങ്കരന്മാരാർ അവളെ നോക്കി ചിരിച്ചു. നിങ്ങളുടെ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ മക്കളെ, ഞാനും വന്നേ. നല്ലൊരു ഒന്നാന്തരം കൊച്ചായിരുന്നില്ലട ചക്ക. ആ, നിനക്ക് യോഗയില്ല. ചെറിയമ്മായി അവനെ നോക്കി ദേഷ്യത്തോടെ മുഖം കയറ്റിപ്പിടിച്ചു. ദേ, നിങ്ങൾ ഇനി അവളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇവൾ ഇപ്പോ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. ആ സംസാരം ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവനും മുഖം കയറ്റി. ആ, ഏട്ടത്തിയോട് ഞാനൊന്ന് സംസാരിക്കാം. ചെറിയച്ഛൻ പറഞ്ഞത് കേട്ട് വൃശ്ചികയുടെ മുഖം തെളിഞ്ഞു. അതാ നല്ലത്. ആ പ്രശ്നമുണ്ടായതുകൊണ്ട് വല്യമ്മൊന്ന് പേടിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ റോസമ്മയോട് ദേഷ്യമൊന്നും വല്യമ്മയ്ക്കില്ല. അച്ഛനതൊന്ന് കാര്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഇനിയിപ്പോ തേവരുടെ ഉത്സവം ഒന്ന് കഴിയട്ടെ, എന്നിട്ടാവാം. എന്തു തന്നെയായാലും അജൂട്ടന്റെ നിശ്ചയം നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നടത്താം. ഓമനയോടായിട്ട് അങ്ങേര് ചോദിച്ചു. കല്യാണം മിഥുനത്തിൽ തന്നെ വേണമെന്നല്ലേ നിനക്ക്? അതെ കൊച്ചേട്ടാ, പ്രജൂട്ടന്റെ കാര്യം കൂടി അങ്ങ് ശരിയായ രണ്ടും കൂടി ഒരുമിച്ച് നടത്താമല്ലോ. അതും വിചാരിച്ചത് കൊണ്ടാണല്ലോ അന്ന് പെണ്ണ് കാണാൻ പോയത്. ആ, ഇനിയിപ്പോ ഏട്ടത്തി സമ്മതിക്കട്ടെ, എന്നിട്ട് നോക്കാം. അതും കരുതി അജൂട്ടന്റെ നിശ്ചയിച്ച കാര്യത്തിന് മാറ്റമൊന്നും വേണ്ട. ആയിക്കോട്ടെ. ചെറിയമ്മായി അത് സമ്മതിച്ചു. സേതുട്ടാ, ഉത്സവം തുടങ്ങിയാല് എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും നീ വേണം സോപാന ഗീതം പാടാൻ. രമേശൻ വരുമെന്ന് തോന്നുന്നില്ല. ഓ, അവൻ തലയാട്ടി. ഏട്ടനില്ലെന്ന് കരുതി ഒന്നിനൊരു കുറവുണ്ടാകരുത്. ഞാൻ നോക്കിക്കൊള്ളാച്ചാ. ഞാൻ എന്നാ ഇറങ്ങട്ടെ, വിളക്ക് വെക്കാൻ നേരമായി. ചെറിയമ്മായി യാത്ര പറഞ്ഞിറങ്ങിയപ്പോ കൂടെ വൃശ്ചികയും എഴുന്നേറ്റു. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവനെയും അവളെയും ഈ വീട്ടിലേക്ക് വിളിച്ചേറ്റുന്ന പ്രശ്നമില്ല. റിജു ശബ്ദമുയർത്തിയപ്പോ ദേവിക കണ്ണുകൾ നിറച്ച് നാരായണമേനോനെ നോക്കി. അയാൾ തല താഴ്ത്തിക്കളഞ്ഞു. അതോടെ കണ്ണുകൾ തുടച്ചിട്ട് അവർ വീറോടെ അവന്റെ മുന്നിൽ നിന്നു. നിന്നെ പോലെ തന്നെ അറിയിച്ചു അവളും എനിക്ക്. ഈ വീട്ടിൽ നിനക്കുള്ള പോലെ തന്നെ അവകാശം അവൾക്കുണ്ട്, ഇല്ലേ നിന്റെ അച്ഛൻ പറയട്ടെ. എന്നിട്ടാണോ നമ്മുടെ മുഖത്തൊക്കെ കരിവാരി തേച്ചും അവൾ ഇറങ്ങിപ്പോയത്? ഇന്ന് അമ്മ പറഞ്ഞത് കേട്ട് പിറവത്തുള്ള ആ സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ചിരുന്നു. അറിയോ അമ്മയുടെ പുന്നാര മരുമോനെ പറ്റി അവിടുത്തെ SI എന്താ പറഞ്ഞതെന്ന്? ദേവിക മിണ്ടിയില്ല.
എവിടെ നിന്ന് കിട്ടിയടാ ഈ തല്ലും വഴക്കും ഒക്കെ ആയിട്ട് നടക്കുന്ന അളിയനെ എന്ന് ചോദിച്ചപ്പോ എന്റെ തൊലി ഉരിഞ്ഞുപോയി. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റാൻ അമ്മ വിചാരിക്കുകയേ വേണ്ട. റിജു ചവിട്ടിയരച്ച് ഇറങ്ങിപ്പോയപ്പോ ദേവിക ഒരു നെടുവീർപ്പോടെ ഭർത്താവിനെ നോക്കി. മേനോൻ റിജു ഇറങ്ങിപ്പോയ വഴിയെ നോക്കി ആലോചനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സന്ധ്യയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതി കൊടുക്കുന്നതിനിടയിലാണ് മുൻവശത്തെ റോഡിൽ ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം റോസും ട്രീസാമ്മയും കേട്ടത്. ആശങ്കയോടെയാണ് അവർ മുൻവശത്തെ വാതിൽ തുറന്നത്. വേലി കടന്നു വരുന്ന വിൽസനെ കണ്ടതും റോസ് അമ്മച്ചിയുടെ പിന്നിലേക്ക് ഒതുങ്ങി. ഉപദ്രവിച്ചത് മതിയായില്ലേ വിൽസ നിനക്കൊക്കെ? ഇനിയിപ്പോ എന്താ വേണ്ടേ? ട്രീസാമ്മ ശബ്ദമുയർത്തിയപ്പോ വിൽസൺ ചിരിച്ചുകൊണ്ട് പടികൾ കയറി വന്നു. അയ്യോ കുഞ്ഞമ്മ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഞാനാരെ ഉപദ്രവിക്കാമെന്നതല്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ എനിക്കൊരു മനസ്സറിവില്ലെന്ന് പറയാമെന്നതാ. പറയാനൊന്നും നിൽക്കണ്ട, ഇയാൾ പോയേ. അമ്മച്ചിയുടെ പിന്നിൽ നിന്നും തല നീട്ടിയ റോസിനെ നോക്കി അവൻ ചിരിച്ചു. എന്റെ റോസെ, അന്ന് കല്യാണാലോചനയെ കുറിച്ച് അവര് പറയുമ്പോ കർത്താവാണ് എനിക്കറിയത്തില്ലായിരുന്നു റോസിന് വേറൊരാൾ ഇഷ്ടമാണെന്ന്. റോസിന്റെ പേരിൽ അപ്പച്ചൻ എഴുതി വെച്ച സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടിയാ അങ്ങനെ ഒരു ആലോചന അവരുണ്ടാക്കിയത് തന്നെ. എന്ന് വെച്ച് നിങ്ങളിനി പേടിക്കണ്ട, അവന്മാരുടെ ഒരടവും നടക്കാൻ പോകുന്നില്ല. ദേ, ഈ വിൽസൺ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അതൊന്ന് പറഞ്ഞിട്ട് പോകാൻ വന്നേ ഉള്ളൂ. ഓ സന്തോഷം, എന്നാ വിൽസൺ ചെല്ലേ. ട്രീസാമ്മ തന്റെ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചു. കുഞ്ഞമ്മയ്ക്ക് ഞാൻ പറഞ്ഞതങ്ങ് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. വിശ്വാസമൊക്കെയായി. എന്തേലും ആവശ്യമുണ്ടേ ഞാൻ അറിയിച്ചോളാം. മതി, അത് മതി. ദേ, എന്റെ വിസിറ്റിംഗ് കാർഡ് കൂടെ വെച്ചോ. അവൻ പോക്കറ്റിൽ നിന്നും ഒരു കാർഡ് എടുത്ത് നീട്ടി. ട്രീസാമ്മ അത് വാങ്ങിയിട്ട് അവനെ നോക്കി. എന്നാ ശരി, ഗുഡ് നൈറ്റ്. യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി നടന്നു പോകുന്ന അവനെ നോക്കി അവരവിടെ നിന്നു. റോസേ, എന്താ അമ്മച്ചി? ഇവന്റെ വരവ് അത്ര പന്തിയല്ല കേട്ടോ. എനിക്കും തോന്നി. ആ സേവിച്ചനേക്കാൾ അപകടകാരിയായി ഇവൻ. നമുക്ക് സേതുവേട്ടനോട് നാളെ തന്നെ പറഞ്ഞാലോ? അവൾ ചോദിച്ചു. വേണ്ട, തൽക്കാലം ഇതാരും അറിയണ്ട. ഇനിയും എന്തേലും പറഞ്ഞ് ഇവൻ വരുമെന്ന് നോക്കട്ടെ, എന്നിട്ട് മതി. ശരി അമ്മച്ചി. അന്ന് പടിയിലിരുന്നുള്ള പതിവ് വർത്തമാനത്തിന് മുതിരാതെ വീടിന്റെ വാതിലടക്കുമ്പോൾ അസ്വസ്ഥമായിരുന്നു അവരിരുവരുടെയും മനസ്സ്. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്തേക്കണേ. കൂടാതെ ഹൈപ്പ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു. Sim, sim.